Hello dears, how are you? I think all of you fine. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് 6 ഹെൽത്ത് കെയർ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 7 ചൈൽഡ് വെൽഫെയർ. ചൈൽഡ് വെൽഫെയർ കൺസേൺ വിത്ത് എ ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീയിങ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ ശാരീരികവും സാമൂഹികവും മാനസികവുമായ ക്ഷേമവുമായി ബന്ധപ്പെട്ടതാണ് എന്ത് ചൈൽഡ് വെൽഫെയർ. Partially children suffering from the effect of poverty or lacking normal parental care and supervision. അതായത് ദാരിദ്ര്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പേരൻസിൻ്റെ പരിചരണമോ ഒരു കെയറിംഗ് ഒക്കെ കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിലും അവർ വളരെയധികം ബുദ്ധിമുട്ട് എന്തുണ്ടാവും അനുഭവിച്ചിട്ടുണ്ടാവും. ചൈൽഡ് വെൽഫെയർ ഈസ് എ കൺസെപ്റ്റ് വിച്ച് ഗോസ് ബിയോണ്ട് പ്രൊവൈഡിങ് ജസ്റ്റ് എഡ്യൂക്കേഷൻ ഓർ ലിറ്ററസി. ചൈൽഡ് വെൽഫെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം എഡ്യൂക്കേഷൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ സാക്ഷരത നൽകുന്നതിനുള്ള അപ്പുറമുള്ള ഒരു ആശയമാണ് എന്ത് ചൈൽഡ് വെൽഫെയർ. ആസ് എ ചിൽഡ്രൻ ആർ ദ അസറ്റ്സ് ഓഫ് എ നേഷൻ. അതായത് കുട്ടികൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ്. ദേ ഷുഡ് ബി പ്രോപ്പർലി കെയർഡ് ആൻഡ് ബ്രോട്ട് അപ്പ് ഫോർ ദ സേക്ക് ഓഫ് ദ ബ്രൈറ്റ് ഫ്യൂച്ചർ ഓഫ് ദ നേഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ശോഭനമായ ഭാവിക്ക് വേണ്ടിയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം, ശരിയായ രീതിയിൽ പരിപാലിക്കുകയും വളർത്തുകയും എന്ത് വേണം ചെയ്യണം. ഓക്കെ, സോ വി ഹാവ് ടു അറേഞ്ച് സ്പെഷ്യൽ റെഗുലർ മെഡിക്കൽ ചെക്കപ്സ് ഫോർ ദ ചിൽഡ്രൻ, പ്രൊവൈഡ് ദം വിത്ത് ബാലൻസ്ഡ് ആൻഡ് ന്യൂട്രീഷൻ ഡയറ്റ്, പ്രൊട്ടക്ട് ദം ഫ്രം ഹാർംഫുൾ ഇൻഫ്ലുവൻസ് ഇൻ ദയർ എൻവയോൺമെൻറ്റ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ദയർ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. അതായത് നമ്മൾ കുട്ടികളുടെ മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുകയും അതേപോലെ തന്നെയാണ് എന്താണ് അവർക്ക് നമ്മൾ ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കൊടുക്കുക. അതേപോലെ പരിസ്ഥിതിയിൽ അവർക്ക് ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നല്ലൊരു ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുകയും എന്ന് വേണം. എന്നാലുള്ള എന്താണ് കുട്ടികൾക്ക് ശരിയായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലി. ദ ഫാമിലി അറ്റ്മോസ്ഫിയർ ഓഫ് ദ ചൈൽഡ് ഹാസ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഹിസ് വെൽഫെയർ. അതായത് കുട്ടിയുടെ ക്ഷേമത്തിന് കുടുംബത്തിലുള്ള അറ്റ്മോസ്ഫിയറിന് കാര്യമായിട്ടുള്ള എന്തുണ്ട് പങ്കുണ്ട്. ഇഫ് ദ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് ലൈക്ലി ടു അഫക്റ്റ് ദാറ്റ് ചൈൽഡ് ലൈഫ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഫാമിലി പശ്ചാത്തലം നല്ലതല്ലെങ്കിൽ അത് കുട്ടിയുടെ ജീവിതത്തെയും വളർച്ചയെയും ബാധിക്കാൻ എന്തുണ്ട് സാധ്യതയുള്ള ഒന്നാണ്. Therefore, schemes for the welfare of children are to be extended to the family and minimum of family well-being is to be ensured. സോ അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ഫാമിലിയിലേക്ക് വ്യാപിക്കുകയും ഏറ്റവും കുറഞ്ഞത് ഒരു കുടുംബക്ഷേമം ഉറപ്പാക്കുകയും നമ്മൾ എന്ത് ചെയ്യണം. The family has to promote healthy habits in children. കുട്ടികളിൽ ഹെൽത്ത് പരമായിട്ടുള്ള ഹാബിറ്റ്സ് നമ്മൾ ഫാമിലി തന്നെ എന്ത് ചെയ്യണം കൊടുക്കണം. ദ ഹെൽത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഹീസ് ഡസ് ആൻഡ് നോട്ട് വാട്ട് ഹീസ് നോൺ ആസ്. ഓഫ് കോഴ്സ് എ പേഴ്സൺ ഹെൽത്ത് ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഗോൾസ് ആർ ദ റിസൾട്ട് ഓഫ് ഹിസ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് ദ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഹിസ് ഫുൾഫിൽസ് ഹിസ് ഹെൽത്തി ഹാബിറ്റ്സ് ഇൻ ദ ഫാമിലി. ഒരു വ്യക്തിയുടെ ആരോഗ്യം അവൻ ചെയ്യുന്നതിനെ ആശ്രയിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഒരു വ്യക്തിയുടെ ആരോഗ്യശീലങ്ങളും മനോഭാവവും ലക്ഷ്യവും ആ ഒരു വ്യക്തിയുടെ ലേണിംഗ് എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാഥമികമായിട്ടുള്ളൊരു വിദ്യാഭ്യാസമാണ്, ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷനാണ്. ഇത് കുടുംബത്തിലെ അവൻ്റെ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം ഫാമിലി മെമ്പേഴ്സ്. നമ്മളെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫാമിലി ഹാസ് ടു ടീച്ച് ദ ചിൽഡ്രൻ ടു കീപ് ദംസെൽവ്സ് ക്ലീൻ ആൻഡ് ഹെൽത്തി. ദേ മസ്റ്റ് ബി ടോട്ട് ടു. സ്വയം വൃത്തിയും ആരോഗ്യവും നിലനിർത്താൻ ഫാമിലി ഫാമിലിയിലുള്ള മെമ്പേഴ്സ് കുട്ടികളെ പഠിപ്പിക്കണം. അതിൽ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ്, വാഷ് ദെയർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ് ആൻഡ് ആഫ്റ്റർ ഗോയിങ് ടു ടോയ്ലറ്റ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ഭക്ഷണം കഴിച്ചതിന് ശേഷവും നന്നായിട്ട് നമ്മൾ കൈ കഴുകണം. അതുപോലെ തന്നെയാണ് നമ്മൾ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം കൈ നന്നായിട്ട് വാഷ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ്, ടേക്ക് ബാത്ത് റെഗുലർലി.
നമ്മൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? കുളിക്കണം. ദെൻ തേർഡ് പോയിന്റ്, ഹാവ് റെഗുലർ ബോവൽ മൂവ്മെൻറ്റ്. മലമൂത്ര വിസർജനം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ്, ക്ലീൻ ടീത്ത് എവറി മോർണിംഗ് ആൻഡ് ബിഫോർ ഗോയിങ് ടു ബെഡ്. നമ്മൾ ദിവസവും 2 നേരം പല്ലേക്കണം. എപ്പോഴൊക്കെയാണ്? രാവിലെയും അതേപോലെ തന്നെ നമ്മൾ നൈറ്റ് നമ്മൾ കിടക്കാൻ പോകുന്ന ടൈമിലും. നെക്സ്റ്റ് പോയിന്റ്, ഡ്രിങ്ക് ഇനഫ് വാട്ടർ ടു ക്ലീൻ ഔട്ട് ഓഫ് ദ സിസ്റ്റം. നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. നമ്മളുടെ ബോഡിയിലെ പല മെട്രോപോളിസും നിയന്ത്രിക്കുന്ന ആരാണ്? വാട്ടറാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് നമ്മുടെ ബോഡിക്ക് എന്ത് വേണം? വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. നന്നായിട്ട് വെള്ളം കുടിപ്പിക്കണം. ഇതും ആരാ ഒരു റെസ്പോൺസിബിലിറ്റീസാണ്? ഫാമിലി മെമ്പേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. Besides above, the children must also be taught certain healthy habits such as to use a handkerchief when sneezing and coughing, to split only to place set apart for it, not to be used open space for urine or passing bowel movements, and not to walk barefooted. നമ്മൾ മേലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇതേപോലെ ഇനി ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പോൾ അതിൽ കുറച്ച് 2-3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നമ്മൾ കുട്ടികൾക്ക് ജലദോഷം ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ എപ്പോഴും തുമ്പും ഒക്കെ ചെയ്യും അല്ലേ. അപ്പോൾ അവർ കയ്യിൽ എപ്പോഴും എന്ത് കൊടുക്കണം? നമ്മൾ ഹാങ്കർചീഫ് കൊടുക്കണം. അതായത് ഒരു ടവൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെയാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ അവരൊരിക്കലും എന്ത് ചെയ്യരുത്? നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ സമ്മതിക്കരുത്. കാരണം നമ്മളത് അഥവാ നമ്മൾ പറഞ്ഞു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? പിന്നെ അവർ ഡെയിലി എന്ത് ഹാബിറ്റ്സ് ആക്കുള്ളൂ പുറത്ത് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരിക്കലും അതിന് നമ്മൾ എന്ത് ചെയ്യരുത്? പെർമിഷൻ കൊടുക്കരുത്. അതേപോലെ തന്നെയാണ് വിസർജനം ചെയ്യുമ്പോഴും നമ്മൾ അതിനെവിടെയാണോ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടാവും ഓരോ സൊസൈറ്റിയിലും, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവരതിന് സജ്ജമാക്കണം. അതേപോലെ തന്നെയാണ് നമ്മൾ പൊതുസ്ഥലങ്ങളിൽ ചെരുപ്പിടാതെ നടക്കാൻ എന്ത് ചെയ്യരുത്? കുട്ടികളെ സമ്മതിക്കരുത്. It is the family's duties to teach the children to civic duties and develop civic sense in them. കുട്ടികളിൽ പൗരധർമ്മങ്ങൾ പഠിപ്പിക്കുകയും അവരിൽ പൗരത്വ ബോധം വളർത്തിയെടുക്കേണ്ട ഒരു ചുമതല ആരതാണ്? ഫാമിലിയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എന്താണ് ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞു. അതേപോലെ ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലി, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം ഫാമിലി മെമ്പേഴ്സ്. ഇത്രയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നന്നായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.